ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് അടിപൊളി റെസിപ്പി കണ്ടാലോ. ഒന്നുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ലോഡഡ് ഫ്രൈസ് കിട്ടോ. അടിപൊളിയായിട്ട് ഈവനിങ്ങിൽ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, കണ്ടുനോക്കാം. ഓക്കെ, അതായത് തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ട ക്വാണ്ടിറ്റിയിൽ നിന്ന് ഞാൻ പൊടികൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച്. ഞങ്ങൾക്ക് ചിക്കൻ എടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഈ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കലാണ്, പക്ഷേ അത് റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഒരു ഗ്യാസിൽ എണ്ണ ചൂടാക്കിയിട്ട് പാൻ വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോഴത്തെ ഞാൻ അതേപോലെ ചിക്കനും ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ. കാരണം സ്കൂൾ വിട്ടുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാത്തു നിൽക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം തോനെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാട്ടോ ഇഷ്ടം, ഈ അൽക്കുലത്തെ സാധനങ്ങൾ, ഇത് പാനിപ്പൂരി മസാലപ്പൂരിയൊക്കെ. അല്ലാതെ എണ്ണക്കടികൾ പലഹാരങ്ങൾ അതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ടാണ് മയോണൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട എടുത്തു, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, സുർക്ക, ഉപ്പ്, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചോറ് ഞാൻ എപ്പോഴും ആഡ് ചെയ്യും കേട്ടോ. മുട്ട വെച്ചിട്ടാണെങ്കിൽ മാത്രം ഞാൻ ചോറ് ആഡ് ചെയ്യും. അതാകുമ്പം എന്താ അധികം എണ്ണ വേണ്ട. പിന്നെ റൈസ് ചോറായതുകൊണ്ട് നമുക്ക് അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അത് മസാല ചീസ് എടുത്തില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാച്ചാൽ ആ ചീസൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചീസ് നമുക്ക് മെൽറ്റ് ചെയ്യാൻ സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചൂട് ഫ്രഞ്ച് ഫ്രൈസ് ഒരു ലെയർ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മസാല ചീസ്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ ഒണിയൻ, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഒണിയൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഉള്ളി. പിന്നെ ഈ ഇടുന്നത് നമ്മുടെ ഒറിഗാനോ ആണ്. അപ്പോൾ ഒരു ലെയർ എന്താ പറയുക, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, ഒരു ലെയർ ചിക്കൻ, ഒരു ലെയർ മസാല ചീസ്. വീണ്ടും തന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അടിച്ച് വെച്ച മയോണൈസിലേക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങണം അതേ ടേസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഒറിഗാനും മസാല ചീസൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പം കുറഞ്ഞ ക്വാണ്ടിറ്റിക്ക് ഒരുപാട് ക്യാഷ് കൊടുക്കണമല്ലേ, പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് പൈസ എടുത്താൽ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.